ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ച് പാലൊഴിച്ച് നമ്മൾ ചെയ്യുന്ന നല്ലൊരു പായസമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് നുറുക്ക് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. ആ 1 ലിറ്റർ പാലിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് പാല് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിന് 2 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് 1 അവർ അങ്ങനെ തന്നെ നമുക്ക് വെക്കാം. പ്രഷറൊന്നും വരാണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ പാല് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ നല്ല പിങ്ക് കളറിൽ പാലിന് നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് പാല് കിട്ടുക. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തത് ലോ ഫ്ലെയിമിലിട്ട് 1 അവർ വെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു വിസിൽ 2 വിസിൽ വരുന്നിടം വരെ മതി. നുറുക്ക് ഗോതമ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, നമ്മൾ ഓൾറെഡി കുതിർത്തതായത് കാരണം. അപ്പോൾ ഇത് നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്യൂനട്ടും അതുപോലെ തന്നെ റൈസിൻസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് നെയ്യൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു 2 ടീസ്പൂണോളം നെയ്യ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അതിൽ തന്നെ കാഷ്യൂനട്ടും അതുപോലെ റൈസിൻസും ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പും കൂടെ അതിലിട്ട് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് കൂടുതൽ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ നുറുക്ക് ഗോതമ്പ് ഈ നെയ്യിലിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ആ നുറുക്ക് ഗോതമ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുന്നത്. നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ച് ഇങ്ങനെ പായസം ഉണ്ടാക്കുന്നതിൽ നമ്മൾ പാലടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ പാൽ ഒഴിച്ചിട്ട് വെക്കുമ്പോഴാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഒരു 5 മിനിറ്റ് ആ നെയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫുൾ പാല് നമ്മൾ ആദ്യം തന്നെ ചേർക്കരുത്. ആദ്യം നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളെല്ലാം ഉടച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ ഷുഗറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി മിൽക്ക് കുക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മൾ അതിൽ ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ചേർക്കാം. നമുക്ക് ബാക്കിയുള്ള പാലും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ നമുക്ക് ഈ പാലിലിട്ട് ഈ ഗോതമ്പുമൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഗോതമ്പിലേക്ക് നല്ല ആ പാലിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മധുരമൊക്കെ അതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് 2-3 ഏലക്ക പയ്യെ ക്രഷ് ചെയ്തെടുത്തത് ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. ഏലക്കയും കൂടി ചേർക്കുമ്പോൾ ഏലക്കയുടെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൂടി ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കഴിഞ്ഞാലും മതി. ഇപ്പോൾ നമ്മളുടെ പായസം നന്നായിട്ട് വെന്ത് അത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ നുറുക്ക് ഗോതമ്പ് വെച്ച് പായസം ഉണ്ടാക്കി നോക്കുക. തേങ്ങാപ്പാലൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂനട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട. ആകെ ആ പാലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ഇത് മാത്രമാണ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൂ. ഇത് നമുക്കിപ്പോൾ 1 മണിക്കൂർ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാം. അതവിടെ ഇരുന്ന് കുക്കായിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ നിങ്ങൾക്കത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആ വിസിൽ വരുമ്പോൾ ആ വിസിലിൻ്റെ ചുറ്റും ഒരു പിങ്ക് കളറിൽ വരും. അങ്ങനെ വരുമ്പോഴാണ് പാല് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാകുക. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത്, നിങ്ങൾ പാല് കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളിതിലേക്ക് വേണ്ട പഞ്ചസാര കൂടി നമ്മൾ ആഡ് ചെയ്യുക. പഞ്ചസാരയെ കൂടി ആഡ് ചെയ്തിട്ട് പാല് കുക്ക് ചെയ്താൽ വെച്ചാൽ മാത്രമാണ് നമുക്കിതുപോലൊരു പിങ്ക് ഷെയ്ഡിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ ഈ പായസം നമുക്ക് വളരെ എളുപ്പം റെഡിയാക്കാൻ പറ്റിയതാണ്. ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് പണികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്